വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തും. കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനത്തിലും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സ്വദേശ് ദർശൻ പദ്ധതിയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. വൈകുന്നേരം 4-ന് തിരുവനന്തപുരം എയർഫോഴ്സ് വിമാനത്താവളത്തിന്റെ ടെക്നിക്കൽ ഏരിയയിൽ വന്നിറങ്ങുന്ന പ്രധാനമന്ത്രിയെ ഗവർണർ, മുഖ്യമന്ത്രി എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിക്കും. തുടർന്ന് ഹെലികോപ്റ്ററിൽ കൊല്ലത്തേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി ആശ്രാമം മൈതാനത്ത് വെച്ച് കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. കന്റോൺമെന്റ് ഗ്രൗണ്ടിൽ നടക്കുന്ന പൊതുപരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. കൊല്ലത്തുനിന്നും 7 മണിക്ക് തിരുവനന്തപുരത്തെത്തുന്ന മുഖ്യമന്ത്രി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സ്വദേശി ദർശൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം ദില്ലിയിലേക്ക് മടങ്ങും. പ്രധാനമന്ത്രിയുടെ വരവ് പ്രമാണിച്ച് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സുരക്ഷാ ഒരുക്കങ്ങൾ വിലയിരുത്തി. ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തിരിക്കുന്നതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ എസ് സുരേന്ദ്രൻ പീപ്പിളിനോട് പറഞ്ഞു. ഭക്തർക്ക് വലിയ ഒരു തരത്തിലും ഒരു ദോഷം വരാത്ത രീതിയിൽ അവരുടെ സ്വാഭാവികമായിട്ടുള്ള ദർശനത്തിന് കുഴപ്പം വരാത്ത രീതിയിലാണ്. പ്രധാനമന്ത്രിക്ക് സഞ്ചരിക്കാനുള്ള ബുള്ളറ്റ് പ്രൂഫ് വാഹനം SPG തലസ്ഥാനത്തെത്തിച്ചു. വാഹനവ്യൂഹം കടന്നുപോകുന്നതിന്റെ ട്രയൽ റൺ പൂർത്തിയായി. ADGPമാരായ അനിൽകാന്ത്, TK വിനോദ് കുമാർ, മനോജ് എബ്രഹാം എന്നിവരുടെ നേതൃത്വത്തിൽ ഒരുക്കങ്ങൾ വിലയിരുത്തി. വൈകിട്ട് 6 മണി മുതൽ എയർപോർട്ട് മുതൽ പത്മനാഭസ്വാമി ക്ഷേത്രം വരെ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊല്ലം ബൈപ്പാസ് കടന്നുപോകുന്ന മണ്ഡലത്തിലെ 2 MLA-മാരെയും നഗരപിതാവിനെയും ബൈപ്പാസ് ഉദ്ഘാടന പരിപാടിയിൽ നിന്ന് ഒഴിവാക്കി. തിരുവനന്തപുരത്തെ നേമം MLA O രാജഗോപാലിനെയും രാജ്യസഭാ MP-മാരായ സുരേഷ് ഗോപിയെയും വി മുരളീധരനെയും ഉൾപ്പെടുത്തി BJP-യുടെ രാഷ്ട്രീയ കളി. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമെന്ന് CPIM ആരോപിച്ചു. സംസ്ഥാന സർക്കാർ നൽകിയ പട്ടികയാണ് BJP നേതാക്കളെ ഉൾപ്പെടുത്താനായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് വെട്ടിനിരത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങാണ് BJP പരിപാടിയാക്കി മാറ്റിയത്. ഗവർണർ ജസ്റ്റിസ് P സദാശിവം, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര ടൂറിസം സഹമന്ത്രി അൽഫോൺസ് കണ്ണന്താനം, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G സുധാകരൻ, ഫിഷറീസ് വകുപ്പ് മന്ത്രി J മേഴ്സിക്കുട്ടിയമ്മ, വനം വകുപ്പ് മന്ത്രി K രാജു, MP-മാരായ NK പ്രേമചന്ദ്രൻ, K സോമപ്രസാദ്, സുരേഷ് ഗോപി, B മുരളീധരൻ, MLA-മാരായ M മുകേഷ്, O രാജഗോപാൽ എന്നിവരാണ് ലിസ്റ്റിൽ ഇടം നേടിയത്. എന്നാൽ ബൈപ്പാസ് കടന്നുപോകുന്ന മണ്ഡലങ്ങളിലെ MLA-മാരായ നൌഷാദിനെയും ചവറ വിജയൻപിള്ളയെയും കൊല്ലം നഗരപിതാവ് രാജേന്ദ്രബാബുവിനെയും എന്തിന് ഒഴിവാക്കിയെന്ന് വ്യക്തമല്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയ പട്ടികയിൽ ഒഴിവാക്കപ്പെട്ട ഇവർ ഉണ്ടായിരുന്നു. സുരേഷ് ഗോപി, വി മുരളീധരൻ എന്നീ MP-മാരെയും O രാജഗോപാലിനെയും എന്തിനു ഉൾപ്പെടുത്തിയെന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടാണ് MLA-മാരെ ഒഴിവാക്കിയതെന്ന് CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി S സുദേവൻ ആരോപിച്ചു. നാളെ വൈകുന്നേരം കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ബഹുമാന്യനായ ഇന്ത്യൻ പ്രധാനമന്ത്രി നിർവഹിക്കുകയാണ്. ഇരവിപുരം, കൊല്ലം, ചവറ മണ്ഡലങ്ങളിൽ കൂടി കടന്നുപോകുന്ന ബൈപ്പാസിൻ്റെ ഉദ്ഘാടന പരിപാടിയിൽ 3 മണ്ഡലങ്ങളിലെ MLA-മാരെയും കൊല്ലം മേയറെയും ഉൾപ്പെടുത്തിയാണ് പരിപാടി നിശ്ചയിച്ച് പ്രോഗ്രാം നോട്ടീസ് പ്രസിദ്ധീകരിച്ചത്. എന്നാൽ ഇന്ന് വൈകുന്നേരം ഇരവിപുരം, ചവറ മണ്ഡലങ്ങളിലെ MLA-മാരെയും കൊല്ലം മേയറെയും ഒഴിവാക്കുകയും BJP-യുടെ നേതാവായിട്ടുള്ള O രാജഗോപാലിനെ പ്രത്യേകമായി ഉൾപ്പെടുത്തുകയും ചെയ്തതിൽ CPIM കൊല്ലം ജില്ലാ കമ്മിറ്റി ശക്തിയായി പ്രതിഷേധിക്കുന്നു. കൊല്ലത്തിൻ്റെ പൊൻതൂവലായി മാറുന്ന ബൈപ്പാസ് നിർമ്മാണ ഉദ്ഘാടന പരിപാടിയിൽ എല്ലാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും നാളെ കൃത്യം 3:30 മണിക്ക് തന്നെ ആശ്രാമം മൈതാനത്ത് എത്തിച്ചേരേണ്ടതാണ്. അർഹതയുള്ള MLA-മാരെ നീക്കി ബൈപ്പാസ് ഉദ്ഘാടന വേദി BJP പരിപാടിയാക്കിയതിൽ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഗതാഗതത്തിന് തയ്യാറായ കൊല്ലം ബൈപ്പാസ് മന്ത്രിമാരായ G സുധാകരനും J മേഴ്സിക്കുട്ടിയമ്മയും സന്ദർശിച്ചു. ടോൾ പിരിവിൽ വിഹിതം വേണ്ടെന്ന സംസ്ഥാന സർക്കാർ നിലപാട് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ രേഖാമൂലം അറിയിക്കുമെന്ന് മന്ത്രി സുധാകരൻ പറഞ്ഞു. ബൈപ്പാസിൽ പ്രേമചന്ദ്രന്റെ പങ്ക് വിവാദം മാത്രമായിരുന്നുവെന്ന് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. കല്ലന്താഴ് മുതൽ കാവനാട് വരെ നീളുന്ന 13 കിലോമീറ്റർ ബൈപ്പാസിന്റെ നിർമ്മാണം 75% പൂർത്തിയായത് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ്. യുദ്ധകാലാടിസ്ഥാനത്തിലായിരുന്നു നിർമ്മാണം. കേന്ദ്രവും സംസ്ഥാനവും തുല്യമായാണ് നിർമ്മാണ ചെലവ് വഹിച്ചത്. അതേസമയം ജനങ്ങളെ ദ്രോഹിക്കരുതെന്ന നിലപാട് ഉയർത്തിപ്പിടിച്ച് ബൈപ്പാസ് ടോൾ വിഹിതം സംസ്ഥാനം വേണ്ടെന്ന് വെച്ചതായി മന്ത്രി സുധാകരൻ പറഞ്ഞു. 20 വർഷം കൊണ്ടോ അല്ലെങ്കിൽ എത്ര വേഗമാണോ അത് കിട്ടുന്നത് അതുവരെയാണ് ടോൾ പിരിവ്. 20 വർഷത്തിന് മുമ്പ് കിട്ടുകയാണെങ്കിൽ അപ്പം നിർത്തും. അതൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. അത് ഞങ്ങൾ വേണ്ടെന്ന് വെച്ചു. പിന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ 100 കോടിക്ക് താഴെയുള്ള 2 ടോൾ നമ്മൾ പറഞ്ഞിട്ട് അവർ ഹൈവേ നിർത്തിയിട്ടുണ്ട്. പക്ഷെ 100 കോടി മുതൽ മുകളിലോട്ടുള്ളതൊന്നും അവർ നിർത്തുമില്ല. ദേശീയ നയമാണ് അവർ.
ഫെബ്രുവരി 2-ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്ന ബൈപ്പാസ് പ്രേമചന്ദ്രൻ എം പി ഇടപെട്ട് പ്രധാനമന്ത്രിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിന് മുൻകൈയെടുത്തുവെന്ന് ആരോപണമുയർന്നു. വിവാദം മാത്രമായിരുന്നു പ്രേമചന്ദ്രന്റെ സംഭാവനയെന്ന് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. അതിനു പകരം ഇപ്പോൾ റെക്കോർഡ് വേഗതയിൽ പൂർത്തീകരിച്ച പണി നിർഭാഗ്യവശാൽ സ്ഥലം എം പി വിവാദം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഉദ്ഘാടനം ഞങ്ങൾ വൈകിച്ചു. വേഗതയിൽ പണി പൂർത്തീകരിച്ചതിന് അദ്ദേഹത്തിന്റെ സംഭാവന കടുത്ത വിവാദത്തിന് നേതൃത്വം കൊടുത്തു. അതിനപ്പുറം ഒരു സംഭാവനയില്ല. പ്രേമചന്ദ്രൻ എം പിയുടെ ഇടപെടലിൽ കോൺഗ്രസിനുള്ളിലും കടുത്ത എതിർപ്പുണ്ടെങ്കിലും പരസ്യ വിമർശനം വേണ്ടെന്ന് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സംവിധായകനും ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനുമായിരുന്ന ലെനിൻ രാജേന്ദ്രന്റെ മൃതദേഹം ഇന്ന് വൈകിട്ട് വിമാനമാർഗം തിരുവനന്തപുരത്തെത്തിക്കും. തുടർന്ന് പണ്ഡിറ്റ് കോളനിയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ബുധനാഴ്ച രാവിലെ കലാഭവനിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം 2 മണിക്ക് തൈക്കാട് ശാന്തി കവാടത്തിൽ സംസ്കരിക്കും. കോഴിക്കോട് മേപ്പയൂരിൽ സിപിഐഎം നിർമ്മിച്ച 5 സ്നേഹവീടുകളുടെ താക്കോൽദാനം സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നിർവഹിച്ചു. 6 മാസം കൊണ്ടാണ് നാട്ടുകാരുടെ സഹായവും പാർട്ടി പ്രവർത്തകരുടെ സേവനവും കാരണം വീട് നിർമ്മാണം പൂർത്തീകരിച്ചത്. മേപ്പയൂർ പ്രദേശത്തെ 5 നിർധന കുടുംബങ്ങൾക്കുള്ള വീടുകൾ സ്നേഹവീട് എന്ന പേരിലാണ് സിപിഐഎം സമ്മാനിച്ചിരിക്കുന്നത്. സിപിഐഎം സംസ്ഥാന സമ്മേളന തീരുമാനത്തിന്റെ ഭാഗമായാണ് മേപ്പയൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി ഒരേ സമയം 5 വീടുകൾ യാഥാർത്ഥ്യമാക്കിയത്. പുതിയ കേരളം സൃഷ്ടിക്കാൻ പല രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാകുന്നില്ല. എന്നാലും സർക്കാർ അതിൽ നിന്ന് പിന്മാറില്ല. ജനപങ്കാളിത്തത്തോടെ സർക്കാർ പുതിയ കേരളത്തെ സൃഷ്ടിക്കും. ജനപങ്കാളിത്തത്തോടെ പുതിയ കേരളം സൃഷ്ടിക്കുന്നതിനുള്ള ഉദാഹരണം കൂടിയാണ് ഇത്തരമൊരു മുന്നേറ്റമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ജനപങ്കാളിത്തത്തോടു കൂടിയിട്ടുള്ള വികസന പ്രവർത്തനം അത് ഏറ്റെടുക്കുക എന്നത് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും ഒരു ആവശ്യമാണ്. ഈ ദൃഢനിശ്ചയത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ സഹകരിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മേപ്പയൂർ ലോക്കൽ കമ്മിറ്റി ഇവിടെ 5 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ ചുരുങ്ങിയ കാലം കൊണ്ട്, മാസങ്ങൾ കൊണ്ട് സാധിച്ചു എന്നുള്ളത്. ചിലർ നിരീശ്വരവാദികളാണ് കേരളം ഭരിക്കുന്നത് എന്ന പ്രചാരണം നടത്തുന്നു. ആരുടെയും വിശ്വാസവും അവിശ്വാസവും നോക്കിയല്ല പാർട്ടിയിൽ ചേർക്കുന്നത്. കേരളത്തിൽ കോലീബി സഖ്യം ഉണ്ടാക്കാനുള്ള അണിയറ നീക്കമാണ് നടക്കുന്നത് എന്നും കോടിയേരി പറഞ്ഞു. വിശ്വാസികളെ ചേർന്നുകൊണ്ട് മുസ്ലിം ലീഗും ബിജെപിയും കോൺഗ്രസും ചേർന്നൊരു കൂട്ടുകെട്ട് കേരളത്തിൽ രൂപപ്പെടുത്തിയെടുക്കാനാണോ ഇവർ ഉദ്ദേശിക്കുന്നത്? മുമ്പ് ഇവരിത് ചെയ്തിട്ടുണ്ട്. എപ്പോഴെല്ലാം കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് മുന്നേറ്റം ഉണ്ടാകുന്നുണ്ടോ അത്തരം സന്ദർഭങ്ങളിലെല്ലാം ഇത്തരം മഹാസഖ്യങ്ങൾ ഉണ്ടാക്കാൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാർ ശ്രമിച്ചിട്ടുണ്ട്. 5 വീടുകളുടെ താക്കോൽദാനമാണ് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി നിർവഹിച്ചത്. മറ്റു പാർട്ടി വിട്ട് സിപിഎമ്മിൽ ചേർന്ന പ്രവർത്തകർക്കും ചടങ്ങിൽ സ്വീകരണം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിലേക്ക് എത്താം. ഒരിടവേളയ്ക്ക് ശേഷം ശബരിമലയിൽ മകരവിളക്ക് ദർശനം കഴിഞ്ഞ് ഭക്തർ മലയിറങ്ങുന്നു. മാസപൂജകൾക്ക് ശേഷം നട ഈ മാസം 20 അടയ്ക്കും. വിവരങ്ങളുമായി ഇപ്പോൾ റീനു ചേരുകയാണ്. റീനു, ഇന്നലെ ശബരിമലയിൽ മകരവിളക്കായിരുന്നു. ഇന്നിപ്പോൾ മകരവിളക്ക് ദർശനം കഴിഞ്ഞ് ഭക്തർ മലയിറങ്ങുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത്? തീർച്ചയായും മകരവിളക്ക് ഉത്സവം കഴിഞ്ഞ മടക്കയാത്രയിലാണ് അയ്യപ്പ ഭക്തരെല്ലാം. എങ്കിൽ പോലും ഇന്നും സന്നിധാനത്ത് വലിയ തിരക്ക് തന്നെയാണ് മാസപൂജ ആരംഭിച്ചപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഇന്നലെ 5 ലക്ഷത്തിലധികം അയ്യപ്പ ഭക്തർ സന്നിധാനത്തേക്ക് എത്തി മകരവിളക്ക് ദർശിച്ചു എന്നുള്ളതാണ് ഔദ്യോഗികമല്ലാത്തൊരു കണക്ക്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെയാണ് നെയ്യഭിഷേകം ആരംഭിക്കുന്നത് 3:15 ഈ നെയ്യഭിഷേകം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അയ്യപ്പ ഭക്തർ തിരികെ മടങ്ങുകയുള്ളൂ. ആ ഒരു തിരക്ക് കൃത്യമായി തന്നെ സന്നിധാനത്ത് അനുഭവപ്പെടുന്നു എന്നുള്ളത് വലിയൊരു തിരക്ക് തന്നെ, ഇന്നലത്തെ പോലെ തന്നെ വലിയൊരു തിരക്ക് സന്നിധാനത്ത് ദർശനത്തിനും അതുപോലെ തന്നെ നെയ്യഭിഷേകത്തിനും ഒക്കെ തന്നെ തയ്യാറെടുക്കുന്ന അയ്യപ്പ ഭക്തരൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നുകൂടി ആ ഒരു തിരക്ക് അനുഭവപ്പെടും എന്നുള്ളതാണ്. മാസപൂജ ആകുമ്പോൾ സാധാരണഗതിയിൽ നന്നേ തിരക്ക് കുറവാണെങ്കിലും മകരവിളക്ക് കഴിഞ്ഞ ഉടനെയുള്ള ഒരു ദിവസമായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. ഒപ്പം നിരോധനാജ്ഞ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി അവസാനിച്ചത്. ഇപ്പോൾ നിലവിൽ നിരോധനാജ്ഞ സന്നിധാനത്തും ശബരിമല
ശബരിമലയിലും പമ്പ പോലീസ് സ്റ്റേഷന്റെ പരിസരത്തും ഇല്ല എന്നുള്ളതാണ്. ഇനി നിരോധനാജ്ഞയുടെ ആവശ്യമുണ്ടെങ്കിൽ തന്നെ ഇന്ന് ഉച്ചയോടുകൂടി അത്തരത്തിൽ ഇനിയുള്ള ദിവസം നിരോധനാജ്ഞ ഉണ്ടെങ്കിൽ പ്രഖ്യാപിക്കും എന്നുള്ളതാണ് നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നും ഒക്കെ അറിയാൻ കഴിഞ്ഞൊരു വിവരം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ ശബരിമലയും പരിസരവും നിരോധനാജ്ഞയുടെ കീഴിലല്ല. ഇനിയുള്ള ദിവസങ്ങളിൽ വേണമെങ്കിൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കും, അത് ഉച്ചയോടുകൂടി തീരുമാനിക്കുമെന്നുള്ളതാണ്. മറ്റൊന്ന് ആചാരക്രമങ്ങളാണ്. ഇനി മാസപൂജ അവസാനിക്കുന്നത് 20-ാം തീയതിയാണ്. 18-ാം തീയതി വരെയാണ് നെയ്യഭിഷേക ചടങ്ങുകൾ ഉള്ളത്. 19-ാം തീയതി പന്തളം കൊട്ടാരത്തിനുള്ള നെയ്യഭിഷേക ചടങ്ങുകൾ, പന്തളം കൊട്ടാരത്തിൽ നിന്ന് എത്തിച്ച നെയ്യഭിഷേക ചടങ്ങുകളാണ് ക്രമീകരിക്കുന്നത്. അതിനുശേഷം 19-ാം തീയതിക്ക് ശേഷം അയ്യപ്പ ഭക്തരെ ദർശനത്തിന് അനുവദിക്കില്ല എന്നുള്ളതാണ്. 19-ാം തീയതി വൈകുന്നേരം 11 മണിയോടുകൂടി ഹരിവരാസനം പാടി നട അടച്ചു കഴിഞ്ഞാൽ പിറ്റേന്ന് പുലർച്ചെ നട തുറക്കുന്നത് പന്തളം കൊട്ടാരത്തിന് വേണ്ടിയാണ്. അതായത് 20-ാം തീയതി നട തുറക്കുന്നത് പന്തളം കൊട്ടാരത്തിന്റെ ദർശനത്തിനും മറ്റ് ആചാരക്രമമുള്ള പൂജാതി കർമ്മങ്ങൾക്കും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ 20-ാം തീയതി മറ്റ് അയ്യപ്പ ഭക്തർക്ക് സന്നിധാനത്തേക്ക് സോപാനത്തിലേക്ക് പ്രവേശനമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 19-ാം തീയതിയോടുകൂടി തന്നെ എല്ലാവരും മലയിറങ്ങുന്നൊരു സാഹചര്യമായിരിക്കും നമുക്ക് കാണാൻ കഴിയുക. എന്തായാലും ദർശന പുണ്യം നേടി അയ്യപ്പ ദർശനം കഴിഞ്ഞ് ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർ തന്നെയാണ് ഇപ്പോൾ പമ്പയിലേക്ക് മടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. പമ്പയിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള വരവും ചെറിയ രീതിയിൽ തിരക്കുണ്ട് എന്ന് തന്നെ നമുക്ക് ലഭ്യമാകുന്നുണ്ട് വിവരം. കാരണം ഇന്നുകൂടി അത്തരത്തിലൊരു തിരക്ക് നിലനിൽക്കും എന്നുള്ളത് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ കൃത്യമായി നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. മറ്റൊന്ന്, പോലീസ് കൃത്യമായിട്ടുള്ള സുരക്ഷ തന്നെയാണ് കഴിഞ്ഞ ദിവസം തന്നെ ഒരുക്കിയത്. നമുക്കറിയാം, മണ്ഡലകാല മകരവിളക്ക് ആരംഭിക്കുന്നതിന് മുമ്പ് ചിത്തിരാട്ട വിശേഷ പൂജ സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള ഒരു അക്രമം സന്നിധാനത്ത് നടന്നിരുന്നു. എങ്കിൽ പോലും അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ സന്നിധാനം ശാന്തമാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ജാഗ്രതയോടുകൂടിയുള്ള കൃത്യമായിട്ടുള്ള ഒരു സുരക്ഷാ സംവിധാനം സന്നിധാനത്തെ ഭക്തി നിർഭരമാക്കി എന്നുള്ളത് തന്നെ നമുക്ക് പറയാം. അത്രയും ജാഗ്രതയോടുകൂടിയാണ് പോലീസ് ഇടപെട്ടത്. ഇന്നലെ ഇത്രയും അധികം ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർ സന്നിധാനത്തേക്ക് എത്തിയിട്ട് പോലും യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഉണ്ടാകാതെ കൃത്യമായി മകരവിളക്ക് മകരജ്യോതി ദർശിച്ച് തിരിച്ചിറങ്ങുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ പോലീസിന്റെയും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ദേവസ്വം ബോർഡിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ അയ്യപ്പ ഭക്തരും വലിയ സന്തോഷത്തിലാണ്, വലിയ നിറഞ്ഞ മനസ്സോടുകൂടിയാണ് തിരികെ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം. ഇനി വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള തിരക്ക് ഉണ്ടാകാൻ സാധ്യത ഇല്ല എന്നാണ്. മാസപൂജ ആയതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ അത്തരത്തിലാണ് തിരക്ക് അനുഭവപ്പെടില്ല എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. ശബരിമലയിൽ മകരവിളക്ക് ദർശനം കഴിഞ്ഞ് ഭക്തർ മലയിറങ്ങുന്നു. മാസപൂജയ്ക്ക് ശേഷം നട ഈ മാസം 20-ന് തുറക്കും. വിവരങ്ങളാണ് റീനു ശ്രീധർ നൽകിയത്. ഭക്തിയുടെ നിറവിൽ പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിഞ്ഞു. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് മകരവിളക്ക് തൊഴുത് തിരുവാഭരണ വിഭൂഷകനായ അയ്യപ്പനെ കണ്ടു മടങ്ങിയത്. കനത്ത സുരക്ഷയിലായിരുന്നു സന്നിധാനവും പരിസരവും. ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു ഈ മണ്ഡല മകരവിളക്ക് ഉത്സവകാലം. തുടക്കത്തിലെ തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവുണ്ടായിരുന്നെങ്കിലും പിന്നീട് സന്നിധാനത്തേക്ക് തിരമാല കണക്കെ നിരവധി തീർത്ഥാടകർ ഇരച്ചെത്തുകയായിരുന്നു. മകരവിളക്ക് ദർശിച്ച് കാനനവാസനെ തൊഴാൻ സന്നിധാനത്തേക്ക് അണമുറിയാത്ത തീർത്ഥാടക പ്രവാഹമായിരുന്നു. വൈകിട്ട് 6:30-ന് തിരുവാഭരണ പേടകം എത്തിയതോടെ എങ്ങും ശരണമന്ത്രങ്ങളാൽ മുഖരിതമായി. ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെയും ദേവസ്വം പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ തിരുവാഭരണ പേടകത്തെ 18-ാം പടിയിൽ സ്വീകരിച്ചു. തുടർന്ന് തന്ത്രി രാജീവ് കണ്ഠരരും മേൽശാന്തി വാസുദേവൻ നമ്പൂതിരിയും ചേർന്ന് അയ്യപ്പന് ചാർത്തുവാനുള്ള തിരുവാഭരണവുമായി ശ്രീകോവിലേക്ക്. തിരുവാഭരണം ചാർത്തി ദീപാരാധന നടക്കുമ്പോൾ സന്ധ്യയ്ക്ക് 6:38-ന് കിഴക്ക് പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിഞ്ഞു. കാറ്റിരമ്പം പോലെ മാത്രം കേട്ടിരുന്ന ശരണമന്ത്രം ജ്യോതി തെളിഞ്ഞ നിമിഷം കൊടുങ്കാറ്റായി മാറുകയായിരുന്നു. സന്നിധാനത്തേക്കെത്തിയ ഭക്തർക്കെല്ലാം കൃത്യമായ സൗകര്യങ്ങൾ ദേവസ്വം ബോർഡ് ഒരുക്കിയിരുന്നു. പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞതോടെ ഭക്തലക്ഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമായി. തുടക്കം സംഘർഷഭരിതമായിരുന്നെങ്കിലും സന്നിധാനം ഇപ്പോൾ ശാന്തമാണ്. ജാഗ്രതയോടുകൂടിയുള്ള പോലീസിന്റെ സുരക്ഷയാണ് സന്നിധാനത്തെ ഭക്തി നിർഭരമാക്കിയത്. ടീം പീപ്പിളിനൊപ്പം റിനു ശ്രീധർ, സന്നിധാനം. കൊച്ചി പ്രത്യേക സാമ്പത്തിക മേഖലയ്ക്കകത്ത് വനിതാ കമ്മീഷന്റെ മിന്നൽ പരിശോധന. സെസ്സിനകത്തെ സ്വകാര്യ സ്ഥാപനത്തിലാണ് കമ്മീഷൻ അധ്യക്ഷ MC ജോസഫൈൻ പരിശോധന നടത്തിയത്. തൊഴിൽ പീഡനം സംബന്ധിച്ച് സ്ഥാപനത്തിലെ വനിതാ തൊഴിലാളികളുടെ പരാതിയെ തുടർന്നായിരുന്നു പരിശോധന. പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയ കമ്മീഷൻ മാനേജ്മെന്റിനോട് വിശദീകരണം സമർപ്പിക്കാൻ നിർദ്ദേശിച്ചു. കൊച്ചി പ്രത്യേക സാമ്പത്തിക മേഖലയ്ക്കകത്ത് പ്രവർത്തിക്കുന്ന പ്രൈമസ് ഗ്ലോവ്സ് എന്ന സ്വകാര്യ സ്ഥാപനത്തിലെ വനിതാ തൊഴിലാളികളാണ് തൊഴിൽ പീഡനം സംബന്ധിച്ച് വനിതാ കമ്മീഷന് പരാതി നൽകിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ MC ജോസഫൈൻ സ്ഥാപനത്തിൽ മിന്നൽ പരിശോധനയ്ക്കെത്തിയത്. കമ്പനി CEO ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് വിശദീകരണം തേടിയ കമ്മീഷൻ വനിതാ തൊഴിലാളികളെ നേരിട്ട് കണ്ട് മൊഴിയെടുത്തു.
തങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന മാനസിക പീഡനത്തെക്കുറിച്ച് തൊഴിലാളികൾ കമ്മീഷനോട് വിശദീകരിച്ചു. സ്വകാര്യതയ്ക്ക് തടസ്സമാവുന്ന സാഹചര്യങ്ങളും അവർ ചൂണ്ടിക്കാട്ടി. പരാതികൾ ചോദിച്ചറിഞ്ഞ കമ്മീഷൻ വിശദീകരണം രേഖാമൂലം സമർപ്പിക്കാൻ സിഇഒയ്ക്ക് നിർദ്ദേശം നൽകി. കമ്പനിയിൽ ആഭ്യന്തര പരാതി പരിഹാര സമിതി നിഷ്പക്ഷവും ശക്തവുമാകണം. സ്ത്രീകൾക്ക് വസ്ത്രം മാറാൻ ഉൾപ്പെടെ പ്രത്യേക മുറി വേണം. ശുചിമുറികളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നും വനിതാ കമ്മീഷൻ നിർദ്ദേശിച്ചു. ഞങ്ങൾ എത്തിച്ചേർന്ന നിഗമനം ഇവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. ഞങ്ങളുടെ ആ നിർദ്ദേശമനുസരിച്ച് അത് പ്രാവർത്തികമാക്കാനായിട്ട് ഒരു ടൈം ലിമിറ്റിൽ അത് ചെയ്യണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. കമ്മീഷൻ അംഗം ഷിജി ശിവജിയും MC ജോസഫിനൊപ്പമുണ്ടായിരുന്നു. സെസ്സിലെ മറ്റ് ചില സ്ഥാപനങ്ങളിൽ നിന്നും സമാന രീതിയിലുള്ള പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും അവിടങ്ങളിലും വരും ദിവസങ്ങളിൽ പരിശോധന നടത്തുമെന്നും വനിതാ കമ്മീഷൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വാർത്തകളിലേക്ക് എത്താം. ഒരിടവേളയ്ക്ക് ശേഷം. മുനമ്പം തുറമുഖം രഹസ്യാന്വേഷണ ഏജൻസിയുടെ നിരീക്ഷണത്തിൽ. വിദേശ നുഴഞ്ഞുകയറ്റം നടന്നോ എന്നതുൾപ്പെടെ രഹസ്യാന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നു. നിരവധി ബാഗുകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയതാണ് നുഴഞ്ഞുകയറ്റ സാധ്യത അന്വേഷിക്കാൻ കാരണമായത്. ഇപ്പോൾ വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, ഇപ്പോൾ സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിലെ ലോഡ്ജുകൾ ഉൾപ്പെടെയുള്ള താമസ സ്ഥലങ്ങളിൽ പോലീസ് പരിശോധന കർശനമാക്കിയിരിക്കുകയാണോ? എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? മുനമ്പം മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസി ഉൾപ്പെടെ ഇപ്പോൾ മുനമ്പം തുറമുഖത്ത് രഹസ്യാന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവർ പ്രധാനമായും പരിശോധിക്കുന്നത് വിദേശ നുഴഞ്ഞുകയറ്റം ഉണ്ടായിട്ടുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ രഹസ്യാന്വേഷണ ഏജൻസി പരിശോധിക്കുന്നത്. കാരണം നിരവധി ബാഗുകൾ ഉൾപ്പെടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയതാണ് ഇത്തരത്തിലൊരു സാധ്യതയും അന്വേഷിക്കാൻ കാരണമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിലെ ലോഡ്ജുകൾ ഉൾപ്പെടെയുള്ള താമസ സ്ഥലങ്ങളിൽ പോലീസ് പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 12-നാണ് മുനമ്പത്ത് നിന്ന് ഒരു ബോട്ടിൽ 40-ൽ പരം പേർ ഇവിടെ നിന്ന് തീരം വിട്ടതായി വിവരം ലഭിക്കുന്നത്. അത് കാരണം അത്തരത്തിലുള്ള നിഗമനത്തിലെത്താൻ കാരണം നിരവധി ബാഗുകൾ ഉപേക്ഷിക്കപ്പെട്ടതായി കണ്ടെത്തിയിരുന്നു. അത് മുനമ്പം ഹാർബറിന് സമീപത്തുള്ള ഒരു പറമ്പിൽ നിന്നും കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന് സമീപത്തു നിന്നുമാണ് നിരവധി ബാഗുകൾ കണ്ടെത്തിയിരിക്കുന്നത്. ഏകദേശം 50ഓളം ബാഗുകളാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ ഒരു നിഗമനം ഉണ്ടായത് ഇത്തരത്തിൽ ഇവർ പോകുമ്പോൾ ഒരുപക്ഷെ വിമാനത്തിൽ പോകാനാണ് തയ്യാറെടുക്കുന്നതെങ്കിൽ ഭാരം അധികമാവും എന്ന് കണ്ട് ബാഗുകൾ ഉപേക്ഷിച്ചതായിരിക്കാം. അല്ലെങ്കിൽ ബോട്ടിൽ പോകുമ്പോഴാണെങ്കിലും ഭാരം അധികമാവും എന്ന് കണ്ട് ഉപേക്ഷിച്ചതായിരിക്കാം എന്നൊരു നിഗമനമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. എന്നാൽ അതേസമയം തന്നെ ഇത്തരത്തിൽ ആരെങ്കിലും ഇവിടെ കേരളത്തിലേക്ക് നുഴഞ്ഞു കയറി പലയിടങ്ങളിൽ താമസിക്കുന്നുണ്ടോ എന്ന സംശയമാണ് പോലീസിനുള്ളത്. കാരണം 80ഓളം പേർ ഇവിടെ കേരളത്തിൽ എത്തിയതായാണ് പോലീസ് കണക്കാക്കുന്നത്. അതിൽ ഏകദേശം 40ഓളം പേർ മാത്രമാണ് ഇപ്പോൾ ഈ ബോട്ടിൽ പോയതായി വിവരമുള്ളത്. ബാക്കിയുള്ളവർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും തങ്ങുന്നുണ്ട് എന്ന സൂചന പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എറണാകുളം, ആലപ്പുഴ, കൊല്ലം തുടങ്ങി തീരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ജില്ലകൾ അവിടങ്ങളിലെ വിവിധ ഹോം സ്റ്റേകളിലും ലോഡ്ജുകളിലും പോലീസ് പരിശോധന ശക്തമാക്കിയിരിക്കുന്നത്. രണ്ട് സാധ്യതകളും ഒരേ സമയം തന്നെ പോലീസ് പരിശോധിക്കുകയാണ്. ഒന്നുകിൽ ഇവർ മനുഷ്യക്കടത്ത് തീരം വിട്ടതാണ്, അല്ലെങ്കിൽ വിദേശത്തു നിന്ന് ഒരുപക്ഷെ ശ്രീലങ്ക, ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കടൽ വഴി കേരള തീരത്ത് എത്തിയിട്ടുണ്ട്. തുടങ്ങിയ രണ്ട് സാധ്യതകളും പോലീസ് പരിശോധിക്കുകയാണ്. നിലവിൽ 43 പേരാണ് പോയതെങ്കിലും അവശേഷിക്കുന്നവർ കുറിച്ച് കണ്ടെത്തുകയോ അല്ലെങ്കിൽ അവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി അവരെ കാണാൻ കഴിയുകയോ ചെയ്താൽ ഇതിൽ ഈ അന്വേഷണത്തിൽ കൃത്യമായ തെളിവുകൾ പോലീസിന് ലഭിക്കും. ഒരു നിർണായകമായ വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. ആ നിലയിൽ രണ്ട് സാധ്യതകളും ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഒപ്പം തന്നെ ഈ ബോട്ട് കേരള തീരത്ത് നിന്ന് പോയി എന്നുള്ളത് കൊണ്ട് തന്നെ നാവികസേനയുടെയും തീര സംരക്ഷണ സേനയുടെയും നേതൃത്വത്തിൽ കടലിൽ വിശദമായ പരിശോധനയും തുടരുകയാണ്. ജിജി, മുനമ്പം തുറമുഖം രഹസ്യാന്വേഷണ ഏജൻസിയുടെ നിരീക്ഷണത്തിലാണ്. വിദേശ നുഴഞ്ഞുകയറ്റം നടന്നോ എന്നതുൾപ്പെടെ രഹസ്യാന്വേഷണ ഏജൻസികൾ പരിശോധിക്കുകയാണ്. വിവരങ്ങളാണ് ഉമേഷ് നൽകിയത്. കനയ്യക്കെതിരെ സമർപ്പിച്ച കുറ്റപത്രം ദില്ലി പാട്യാല ഹൌസ് കോടതി ഇന്ന് പരിഗണിക്കും. JNUവിൽ നടന്ന വിദ്യാർത്ഥി റാലിയിൽ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം വിളിച്ചുവെന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് കനയ്യകുമാർ ഉൾപ്പെടെ 10 പേർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചത്. പാർലമെന്റ് ആക്രമണ കേസിലെ സൂത്രധാരൻ അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയതിനെതിരെ 2016 ഫെബ്രുവരിയിൽ JNU ക്യാമ്പസിൽ നടന്ന പരിപാടിയിൽ രാജ്യവിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിച്ചുവെന്നാണ് ഇവർക്കെതിരെയുള്ള ആരോപണം. രാജ്യദ്രോഹത്തിനു പുറമെ കലാപമുണ്ടാക്കൽ, അനധികൃതമായ സംഘം ചേരൽ, കള്ളരേഖ ചമയ്ക്കൽ തുടങ്ങിയ 8ഓളം വകുപ്പുകളും 10 പേർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ദില്ലി പോലീസിലെ സ്പെഷ്യൽ സെൽ അന്വേഷിച്ച കേസിൽ 1200 പേജുകളുള്ള കുറ്റപത്രമാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. അതോടൊപ്പം 10 വീഡിയോ ക്ലിപ്പുകളും കോടതിയിൽ പോലീസ് സമർപ്പിക്കുകയും ചെയ്തു. കനയ്യകുമാറാണ് പ്രകടനത്തിന് നേതൃത്വം നൽകിയതെന്നും മുദ്രാവാക്യം വിളിച്ചതെന്നും പോലീസ് കുറ്റപത്രത്തിൽ ആരോപിച്ചിട്ടുണ്ട്. കനയ്യകുമാറിന് പുറമെ സയ്യദ് ഉമർ ഖാലിദ്, അനിർഭാൻ ഭട്ടാചാര്യ,
കാശ്മീർ സ്വദേശികളായ അക്കിബ് ഹുസൈൻ, മുഹമ്മദ് ഹുസൈൻ, മുനീബ് ഹുസൈൻ, ഉമർ ഗുൽ, റയീസ് റസൂൽ, ബാഷാരത്ത് അലി, ഖാലിദ് ബഷീർ ഭട്ട് എന്നിവരാണ് കേസിലെ മറ്റ് പ്രതികൾ. അതേസമയം പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയ സ്ലൈർ റാഷിദ് അടക്കം 32 പേർക്കെതിരെ മതിയായ തെളിവുകൾ ഇപ്പോഴും പോലീസിന്റെ പക്കലില്ല. എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കുറ്റപത്രം സമർപ്പിച്ചത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും രാജ്യത്തെ നിയമവ്യവസ്ഥയിൽ വിശ്വാസമുണ്ടെന്നുമാണ് കനയ്യകുമാറിന്റെ നിലപാട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ കോൺഗ്രസ് കോർ കമ്മിറ്റി യോഗം ഇന്ന് ദില്ലിയിൽ ചേരും. ഉത്തർപ്രദേശിലെ സഖ്യരൂപീകരണമായിരിക്കും മുഖ്യ അജണ്ട. SP-BSP സഖ്യത്തിൽ നിന്ന് പുറത്തായ സാഹചര്യത്തിൽ RLD-SP വിട്ട് പുതിയ പാർട്ടി രൂപീകരിച്ച ശിവ്പാൽ യാദവ് എന്നിവരുമായി സഖ്യം രൂപീകരിക്കാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. ഇതുൾപ്പെടെയുള്ള സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ ഒരു കമ്മിറ്റി രൂപീകരിക്കാനും സാധ്യതയുണ്ട്. ഇതിനു പുറമെ മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും യോഗം വിലയിരുത്തും. സ്ഥാനാർത്ഥി നിർണ്ണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേരള നേതാക്കൾ നാളെ ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തും.